തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പഞ്ചായത്തുകളിലടക്കം SDPI പിന്തുണ മുന്നണികൾ തള്ളിക്കളഞ്ഞതിൽ രൂക്ഷ വിമർശനവുമായി SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് രംഗത്ത്. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് നിലപാടടക്കം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. SDPIയുടെ പിന്തുണയോടെ ഇവിടെ UDF അധികാരത്തിലെത്തിയെങ്കിലും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഭരണം വേണ്ടെന്ന് തീരുമാനിച്ചതിലടക്കമാണ് വിമർശനം. പഞ്ചായത്ത് ഭരണസമിതി രാജിവെച്ചത് KPCC നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. ഫാസിസ്റ്റ് വിരുദ്ധ ചേരി ശക്തിപ്പെടുത്തുന്നതിൽ കോൺഗ്രസിന് ആത്മാർത്ഥതയില്ലെന്ന് ലത്തീഫ് വിമർശിച്ചു. അതുകൊണ്ടാണ് SDPIയുടെ പിന്തുണ സ്വീകരിക്കാത്തത്. ഇടതുമുന്നണിക്കും ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ലെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. BJP അധികാരത്തിൽ വരരുത് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അധ്യക്ഷ ഉപാധ്യക്ഷ വോട്ടെടുപ്പിന് പിന്നാലെ SDPI നിലപാടിൽ ചില ചർച്ചകൾ വന്നു. BJP പരാജയപ്പെടുത്താൻ ഭരണസ്ഥിരതയുള്ള മുന്നണികൾ ഉണ്ടാകണമെന്ന് ചർച്ചകളുണ്ടായി. തദ്ദേശാടിസ്ഥാനത്തിൽ അത്തരം മുന്നണികളെ പിന്തുണയ്ക്കാൻ SDPI തീരുമാനിച്ചതെന്നും സംസ്ഥാന അധ്യക്ഷൻ വിവരിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരരുത് എന്നതിനാലാണ് ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചത്. SDPI പിന്തുണ വേണ്ടെന്ന കോൺഗ്രസ് നിലപാടിൽ വൈരുദ്ധ്യമുണ്ട്. പലയിടത്തും അവർ BJPയുമായി സഹകരിച്ചത് കാണാം. UDF നിലപാടിൽ ആത്മാർത്ഥതയില്ല. പലയിടത്തും അവർ BJPയുമായി സഹകരിക്കുന്നു. കുമരകം പഞ്ചായത്തിൽ BJP പിന്തുണയോടെയാണ് കോൺഗ്രസ് ഭരണമെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ചു. UDFന്റേത് രാഷ്ട്രീയ കോമാളിത്തരമാണ്. BJPയെ മാറ്റി നിർത്താൻ നിരുപാധിക പിന്തുണ പലയിടത്തും നൽകി. എന്നാൽ അവർ BJPയെ സഹായിക്കാൻ പിന്തുണ സ്വീകരിച്ചില്ലെന്നും CPI ലത്തീഫ് കൂട്ടിച്ചേർത്തു. BJP അകറ്റി നിർത്താൻ രണ്ട് മുന്നണികളും രാഷ്ട്രീയ സത്യസന്ധത പുലർത്തിയില്ല. BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള സമീപനമാണ് SDPI സ്വീകരിച്ചത്. ഭരണത്തിൽ അസ്ഥിരത ഇല്ലാതിരിക്കുമ്പോൾ UDFോ LDFനോ വോട്ട് ചെയ്യുക എന്നതായിരുന്നു SDPI തീരുമാനം. പാങ്ങോട് പഞ്ചായത്തിൽ പ്രാദേശിക ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനെ പിന്തുണച്ചത്.